സി രഘുനാഥ്, ഇതിൽ യഥാർത്ഥത്തിൽ CPM-ന്റെ അടികൾക്ക് വളരെ കൃത്യമായൊരു തിരിച്ചറിവ് വന്നിട്ടുണ്ട്. അങ്ങനെ വെട്ടാനും കൊല്ലാനും മാത്രം നിൽക്കേണ്ടവരല്ല ഞങ്ങൾ എന്നുള്ള ഒരു തോന്നൽ വന്നിട്ടുണ്ട്. അവരുടെ ആക്രമണോത്സുകത കുറഞ്ഞതൊന്നുമല്ല, പക്ഷേ ഇപ്പോൾ വെട്ടാനും കൊല്ലാനും ആളെ കിട്ടാതായി. ഒരുപക്ഷെ അതായിരിക്കില്ലേ അത്തരത്തിലൊരു കാരണം? ഏറ്റവും അധികം ബലിദാനികളുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. നിങ്ങൾക്കറിയാം, CPM-ന്റെ കടാര രാഷ്ട്രീയത്തിന് 170ഓളം ബലിദാനികളുണ്ടായ ഒരു പാർട്ടിയാണ് BJP എന്ന് ഓർക്കുക. ഏതായാലും CPM-ന്റെ ഭാഗത്ത് നിന്ന് അക്രമരാഷ്ട്രീയം ശരിയല്ല എന്നുള്ള ഒരു തീരുമാനമുണ്ടെങ്കിൽ അതിനെ ഏറെ സ്വാഗതം ചെയ്യുന്ന പാർട്ടിയാണ് BJP. കാരണം BJP-യെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഏറെ ചെറുപ്പക്കാരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് CPM-ന്റെ കടാര രാഷ്ട്രീയത്തിന്. നിങ്ങൾക്കറിയാവുന്നതേ കണ്ണൂരിലത്തെ രാഷ്ട്രീയ പ്രത്യേകതയുണ്ട്. പാർട്ടി ഗ്രാമത്തിലേക്ക് സ്വാഗതം. ഇവിടെ RSSകാരന് പ്രവേശനമില്ല. ഒരു തെയ്യത്തിന് പോവുകയാണെങ്കിൽ, തിറക്ക് പോവുകയാണെങ്കിൽ, ഉത്സവത്തിന് പോവുകയാണെങ്കിൽ BJP-കാരന് ഇവിടെ പ്രവേശനമില്ല എന്ന് എഴുതി വെക്കുന്ന ഫാസിസ്റ്റ് സമീപനമുള്ള ഒരു പാർട്ടിയാണ് CPM കണ്ണൂർ ജില്ലയിൽ. പാർട്ടി ഗ്രാമങ്ങളിൽ പലപ്പോഴും ബോർഡുകൾ കാണാം. ആ ബോർഡിനകത്ത് പറയുന്നത് RSSകാർക്ക് പ്രവേശനമില്ല എന്നാണ്. അത്രമാത്രം ഫാസിസ്റ്റ് സമീപനമുള്ള ഒരു പാർട്ടി കണ്ണൂർ ജില്ലയിൽ കൊലപാതക രാഷ്ട്രീയം നിർത്താൻ അവർ തയ്യാറായിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമായി ഞങ്ങൾ കാണുകയാണ്. ഒരുപാട് ചെറുപ്പക്കാരെ ഇടതുപക്ഷത്തിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പക്ഷേ ഇതൊക്കെ തന്നെ ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായി നഷ്ടപ്പെട്ടതായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, കണ്ണൂർ ജില്ലയിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പുതിയ തലമുറ അക്രമ രാഷ്ട്രീയത്തിനെതിരെ ചിന്തിക്കുന്ന ഒരു തലമുറയാണ്. നേതാക്കന്മാർ എന്ത് പറഞ്ഞാലും അവർക്ക് നഷ്ടപ്പെടാൻ ഏറെയുണ്ട്. നേരത്തെ ജയരാജൻ പറഞ്ഞതുപോലെ നേതാക്കന്മാർ പണക്കൊഴുപ്പിൽ വലിയ വലിയ മുതലാളിമാരായി മാറുമ്പോൾ, അവരുടെ ജീവിത സാഹചര്യം മാറുമ്പോൾ, അവരുടെ ബോഡി ലാംഗ്വേജ് മാറുമ്പോൾ, അവർ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ പോലും മാറ്റമുണ്ടാകുമ്പോൾ കണ്ണൂരിലെ സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകന്മാർ അവരെ നേതാക്കന്മാരെ വിലയിരുത്തിക്കൊണ്ടാണ് ആ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞുപോക്കുണ്ടായിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം. നേരത്തെ ജയരാജൻ പറയുകയുണ്ടായ തെളിവുണ്ടെങ്കിൽ പറയട്ടെ എന്ന്. തെളിവൊക്കെ എല്ലാവരുടെ കയ്യിലുമുണ്ട്. പാർട്ടി ഗ്രാമങ്ങളിൽ നടക്കുന്ന അഴിമതി, പാർട്ടി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ നടക്കുന്ന അഴിമതി, ജില്ലാ പഞ്ചായത്തിൽ നടക്കുന്ന അഴിമതി, കരാറുകാരിൽ നിന്ന് കാശ് വാങ്ങിക്കൊണ്ടുള്ള അഴിമതി, അങ്ങനെ നിരവധിയായ അഴിമതിയുടെ കഥകൾ നാറുന്ന കഥകൾ കണ്ണൂർ ജില്ലയിലും പരിസരത്തും നിറഞ്ഞു നിൽക്കുമ്പോൾ ജയരാജനെ പോലെയുള്ള ആളുകൾ ആ പാർട്ടിക്ക് വേണ്ടി എന്ത് പറഞ്ഞാലും, അതിന് എത്രമാത്രം വെള്ളം പൂശാൻ ശ്രമിച്ചാലും അത് കേരളത്തിലെയും കണ്ണൂരിലെ ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കണ്ണൂരിൽ അക്രമ രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ CPM തയ്യാറായിട്ടുണ്ടെങ്കിൽ അതിനെ നല്ല കാര്യമായി കാണുന്നു. കണ്ണൂർ ജില്ലയിൽ എനിക്ക് ഒരു തുള്ളി രക്തം പോലും, ഒരു സാധാരണക്കാരന്റെ രക്തം പോലും ഇവിടെ നഷ്ടം പാടില്ല എന്ന് BJPയും ആഗ്രഹിക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞു വന്നത്, BJP ശക്തമായ വളർച്ചയുടെ പാതയിൽ കണ്ണൂർ ജില്ലയിൽ നിൽക്കുമ്പോൾ അതിൽ റോഷാഗുൽ റായി ഇപ്പോഴും നിങ്ങൾക്കറിയാം, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കരിവള്ളൂർ പയ്യന്നൂർ പോലെയുള്ള ഒരു സ്ഥലത്ത് അവിടെ പാർട്ടിക്ക് വോട്ട് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവിടെ ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ ആളുകൾ കടന്നു വന്ന് ബൂത്ത് കമ്മിറ്റി കയ്യേറുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അവർ പറയുന്നത്, എങ്ങനെയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വോട്ട് നഷ്ടപ്പെടുകയും BJPക്ക് വിരലിലുണ്ടാവുന്ന വോട്ടുകളുള്ള സ്ഥലത്ത് 100-ൽ പരം വോട്ടുകൾ ലഭിച്ചു എന്ന് പാർട്ടി അടികളിൽ ആശങ്കയുണ്ടാക്കി പാർട്ടി പരിപാടികളിൽ BJPയുടെ സമ്മേളനങ്ങളിൽ കടന്നു കയറി അതിക്രമിക്കുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, പാർട്ടി ഗ്രാമങ്ങളിൽ ഇന്നും ഇവിടെ ഇരിക്കുന്ന ജയരാജനെ പോലെയുള്ള ആളുകൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല. കണ്ണൂർ ജില്ലയിലെ ഒരു ഉത്സവത്തിന് പോകാൻ BJPക്കാർക്ക് അനുവാദമില്ലാത്ത സ്ഥലങ്ങളുണ്ട് എന്ന് നിങ്ങൾ അറിയുക. അവിടെയൊക്കെ തന്നെ പാർട്ടി ഗ്രാമങ്ങളിൽ കൊടിവെച്ചിട്ട് അവിടെ ബോർഡ് വെച്ചിരിക്കുകയാണ്, BJPക്കാർക്ക് പ്രവേശനമില്ല എന്ന്. ഇതൊക്കെ നടക്കുന്നത് കേരളത്തിലാണ്. നാഴികൾക്ക് 40 വട്ടം ഫാസിസത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും സംസാരിക്കുന്ന മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടകളിലാണ് BJPക്കാരന് പ്രവേശനം നിശ്ചയിക്കുന്ന സമീപനം കണ്ണൂർ ജില്ലയിലുള്ളത്. പക്ഷെ ഒരു കാര്യം ഏറെ നമുക്ക് ശുഭ സൂചകമായി തോന്നുകയാണ്. പാർട്ടി അണികളിൽ നിന്ന് ചെറുപ്പക്കാർ കൊഴിഞ്ഞു പോകുന്നു, ചെറുപ്പക്കാർ ചിന്തിക്കുന്നു, വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ പാർട്ടിയെ കൈവിടുന്നു. രഹസ്യമായും പരസ്യമായും BJPയോട് ചേർന്ന് പ്രവർത്തിക്കാൻ കണ്ണൂർ ജില്ലയിലെ ചെറുപ്പക്കാർക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CPM പാർട്ടി ഈ തെരഞ്ഞെടുപ്പോടുകൂടി, വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി അവിടെ ഒരു അന്ത്യം കുറിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.